കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വിജിലന്റും ഒരു പെൺകുട്ടിയെ സെക്ഷൽ അബ്യൂസ് ചെയ്ത് വളരെ കുറച്ചുകാലം മാത്രം ശിക്ഷ ലഭിച്ച ജോങ് എന്ന ആളെ കൊലപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. ന്യൂസിലും അത് തന്നെയാണ് പറയുന്നത്. ജോങ് എന്ന ആള് കുറച്ചുനാൾ മുന്നെയാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അയാളെ ഇന്നലെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അയാളാദ്യം അയാളുടെ കാലിലുണ്ടായിരുന്ന ആംഗിൾ മോണിറ്റർ കടലിലേക്ക് വലിച്ചെറിയുകയും പോലീസുകാരെ കൺഫ്യൂസ് ചെയ്യുകയും ചെയ്തു. അയാൾ വിദേശത്തേക്ക് പോയി കാണുമെന്നാണ് പോലീസുകാരും കരുതിയിരുന്നത്. പക്ഷെ അയാൾ ഒരു ഡെലിവറി മാനെ അറ്റാക്ക് ചെയ്യുകയും ഒരു പോലീസുകാരനെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയും ആ വിക്ടിമായ പെൺകുട്ടിയും കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ഏതോ ഒരു വ്യക്തി അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ ഏരിയയിലുള്ള CCTV ക്യാമറയെല്ലാം പരിശോധിച്ച് വരികയാണ്. ഈ ന്യൂസ് കിമും കാണുന്നുണ്ട്. ഇവിടെ പോലീസുകാരും വളരെ കൺഫ്യൂഷനിലാണ്. ആ ഒരു ചുവരില് ജിയോങ് എന്ന പ്രതിയും കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരിക്കും അയാൾ ഇങ്ങനെ ചെയ്തത്? ആരായിരിക്കും ഇതിന്റെ എല്ലാം പിന്നിലെന്ന് പോലീസുകാരും ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം ഒരു കാര്യം മാത്രമാണ്. വിജിലന്റ് എന്ന് പറയുന്ന ഒരാള് തീർച്ചയായിട്ടും ഉണ്ട്. മീഡിയക്കാര് പറയുന്നത് വെറുതെയല്ല. ശേഷം പോലീസിലെ ചീഫും മറ്റു പോലീസുകാരോട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ അവിടെ നിന്ന് CCTV പരിശോധിച്ചപ്പോ ഒരു ഫുട്ടേജസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ജോങ്ങിനെ കൊന്ന ശേഷം ആ പ്രതിയും അതിലെ ചിപ്പ് ഊരി മാറ്റിയതായിരിക്കണം. അപ്പൊ അതിനർത്ഥം വിക്ടിമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കൊലപാതകിയും ജോങ്ങിനെ അറ്റാക്ക് ചെയ്തത്. ആദ്യം മുതൽക്കേ തന്നെ അയാളെ കൊല്ലാൻ തന്നെ പ്രതി പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ആ ഒരു ചുവരിൽ എഴുതിയിരിക്കുന്ന വാചകം അതൊക്കെ വെച്ച് നോക്കുമ്പോ കൊലപാതകി അയാളുടെ കുറ്റങ്ങൾ മറയ്ക്കാനായി ശ്രമിക്കുന്നില്ല. ഈ ചുവരിൽ വാചകങ്ങൾ എഴുതി എന്തൊക്കെയോ വാണിംഗ് തരികയാണ് അവന് ശ്രമിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ ചീഫിനോട് എന്തോ കാര്യമെന്ന് പറയുന്നത്. ഇവരും TV ഓൺ ചെയ്ത് നോക്കുമ്പോ ആ ഒരു ജോങ്ങിനെ കുറിച്ചുള്ള ന്യൂസ് തന്നെയാണ് മീഡിയക്കാരും പറയുന്നത്. ആ ഒരു ചുവരിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വാചകം അവര് ടെലികാസ്റ്റ് ചെയ്യുന്നു. പോലീസുകാരും അത് കണ്ടിട്ട് ഷോക്ക് ആകുന്നുണ്ട്. അത് മീഡിയക്ക് ലീക്ക് ആയിട്ടില്ലെന്നാണ് പോലീസുകാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ചീഫും അവര് വഴക്കു പറയുന്നുണ്ട്. ഒരു ക്രൈം സീൻ പോലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ലേ? ഈ പ്രശ്നം വലുതാകുന്നതിന് മുന്നേ മീഡിയയെ നിർത്തണം. ഈ ഒരു മർഡർ നമുക്ക് അന്വേഷിച്ചാൽ മതിയാകും. ശേഷം ഇവിടെ പോലീസ് അക്കാഡമിയിൽ പ്രൊഫസറും കിമ്മിനെ മിന്നിനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ സോളില് ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് എന്നെയും സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. ഇപ്പൊ നമ്മുടെ ആപ്പിന്റെ കാര്യം ഞാനില്ലാതെ നിങ്ങൾ തുടർന്നോളൂ. മിന്നും സാർ അന്വേഷിക്കാൻ പോകുന്നത് ജോങ്ങിന്റെ കേസാണോ? അതെ എന്ന് പ്രൊഫസറും. ആൾക്കാര് വല്ലാതെ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. പോലീസുകാർക്ക് ഒരു ഐഡിയയുമില്ല. CCTVയോ ഡാഷ് ക്യാം ഫുട്ടേജസോ ഒന്നും കിട്ടിയിട്ടില്ല. അത് കേൾക്കുമ്പോ കിമ്മും ആ ഒരു കൊലപാതകം ചെയ്തത് ആ അപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ആയിക്കൂടെ? വിക്ടിമിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾ പേടിച്ചിട്ടായിരിക്കണം ഇതൊന്നും പറയാത്ത പോയത്. മിന്നും ആ ഒരു ചുവരില് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് വിജിലന്റ് ആയിരിക്കണം അങ്ങനെ ചെയ്തതെന്നാണ്. അത് കേട്ട് പ്രൊഫസറും ഒരു മീഡിയ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് നീയും അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് മീനിനോട് ദേഷ്യപ്പെടുന്നു. നമ്മൾ പോലീസാണ്. പ്രൊഫസറും നിങ്ങൾ ഈ റൂമിൽ ഇരുന്ന് മാത്രമേ വർക്ക് ചെയ്യാവൂ. ഇവിടെയുള്ള ഒരു കാര്യങ്ങളും പുറത്തു പോകാനായി പാടില്ലെന്ന് അവരെയും വിലക്കും. ശേഷം പോലീസുകാരും ക്രൈം സീനിലേക്ക് പോകുന്നുണ്ട്. ഒരു ക്ലൂ പോലും അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല. സാധാരണ ആരുമല്ല ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്നുള്ള കാര്യം അവന് നേരത്തെ തന്നെ അറിയാം. മറ്റു പോലീസും ആ ഒരു പെൺകുട്ടിയിലെ സിയോൺ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാനായി സാധിക്കും. അവള് മാത്രമാണ് ഒരേ ഒരു വിറ്റ്നസ്. പ്രൊഫസറും അത് ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല. അവളത് കണ്ടാലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവള് വളരെ ഷോക്കിലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കണ്ട. ആ സമയം അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾ വിജിലന്റിനെ കുറിച്ച് അന്വേഷിക്കുകയാണോ? പോലീസുകാരും അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടേക്ക് വരാൻ പാടില്ല എന്നൊക്കെ. വിജിലന്റ് ആണ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. അയാളെ കൊലപാതകി എന്ന് വിളിക്കുന്നു. പോലീസുകാരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? മറ്റു പോലീസും അവൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പോലീസുകാരും നമുക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് കിട്ടുന്നുണ്ട്. പ്രൊഫസറും കൂടുതൽ ആൾക്കാരെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും കണ്ടെത്തിയാൽ മതിയാകും. ശേഷം ഇവിടെ മീഡിയയില് ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ആൾക്കാരെ നടത്തുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നു. മീഡിയക്കാരനും എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ മീഡിയക്കാരിയും അതൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ഒരു കേസ് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുമെന്ന്. മീഡിയക്കാരനും ആൾക്കാർ പറയുന്നത് വിജിലന്റ് ഒരു ക്രിമിനൽ ആണ്, നമ്മൾ അയാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് മീഡിയക്കാരിയും വിജിലന്റ് നമ്മുടെ ചാനലിലുള്ള കേസ് കണ്ടിട്ടാണ് ക്രിമിനലിനെ സെലക്ട് ചെയ്യുന്നത്. ആൾക്കാർക്കും അത് തന്നെയാണ് കാണാൻ ആഗ്രഹം. നമ്മൾ വിജിലന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കുറച്ചുകൂടി കൂടുതൽ നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 3 ക്രിമിനൽസിനെ മീഡിയക്കാരനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയക്കാരനും അതിൽ ആരെയാ ഈ തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും ആ 3 പേരെയും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിലേത് കേസ് വിജിലന്റ് സെലക്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ഹിമം ആ സമയം ജിമ്മിലായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ കൂട്ടുകാരും ആ ഒരു കേസിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ജോങ്ങിനെ കൊലപ്പെടുത്തിയത് ഒരു സൈക്കോപാത്ത് ആണെന്നാണ്. ഇത്രയും ക്ലൂസ് ഇട്ടുകൊടുത്ത് പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവൻ പോലീസിനെ പ്രൊവോക്ക് ആണ് ചെയ്യുന്നത്. മിന്നും അവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റീസ് ഉള്ളതും ആയിരിക്കും നമ്മുടെ കിമ്മിനെ പോലെ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. മറ്റു കൂട്ടുകാരനും നീ വെറുതെ നിന്റെ കൂട്ടുകാരനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. അപ്പോഴാണ് മീഡിയയിൽ ആ ഒരു ന്യൂസും കാണിക്കുന്നത്. 3 ക്രിമിനൽസിനെ കുറിച്ച് അവരും ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ വീണ്ടും അവര് 3 ക്രിമിനൽസിനെ കുറിച്ച് പറയുകയാണല്ലോ. അതിൽ ആദ്യത്തെ ആള് സിയോ എന്നാണ് പേര്. അയാൾ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക് കടന്നു കയറുകയും അയാളുടെ കുട്ടികളെയും ഭാര്യയെയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അയാളും കോടതിയെ ബോധിപ്പിച്ചത് ആക്സിഡന്റിൽ സംഭവിച്ചതാണ്. ബാറിൽ പോയിരുന്നു, മദ്യപിച്ചിരുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്നാണ് അയാൾ പറഞ്ഞത്. മറ്റു കൂട്ടുകാരനും അവര് വിജിലന്റിന്
വേണ്ടിയിട്ട് ആൾക്കാർ ഇട്ടുകൊടുക്കുകയാണല്ലോ. കിമ്മും ആ ഒരു ന്യൂസും ശ്രദ്ധിക്കുന്നു. രാത്രിയാകുമ്പോ അവനും എഴുന്നേറ്റ് പ്രൊഫസറിന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അതിനകത്ത് നിന്നും സിഒ എന്ന് പറയുന്ന ആ ഒരു ആളുടെ ഡീറ്റെയിൽസും ആ ഒരു കേസും ഒക്കെ വായിച്ചു നോക്കുന്നുണ്ട്. അയാളും വീട്ടിൽ കയറി വന്ന് അയാൾക്ക് ജോലി കൊടുത്ത ആളുടെ ഭാര്യയും മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കിമ്മും സിയോനെ കുറിച്ച് അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു കൊലപാതകത്തിന് ശേഷം അവൻ ബാറിൽ പോയി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഏത് ക്ലബിലാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന് അവനും ചെക്ക് ചെയ്യും. ശേഷം വീക്കെൻഡ് ആകുമ്പോൾ ഇവർക്കും വീട്ടിലേക്ക് പോകാനാകുന്നുണ്ട്. മറ്റുള്ള ഫ്രണ്ട്സും കിമ്മിനോട് നമുക്കിന്ന് ക്ലബിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതിരുന്ന കിം ക്ലബിലേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അത് ആ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവരും ആ ഒരു ക്ലബിലേക്ക് തന്നെ പോകുന്നുണ്ട്. കിമ്മും അവിടെ ആകെ പരിശോധിക്കുന്നു. നോക്കുമ്പോൾ ആ സിഒ എന്ന പ്രതിയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഒരു പെൺകുട്ടിയും കിമ്മിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവനെ അതിശയത്തോടെ നോക്കുന്നു. നിനക്ക് എത്ര വയസ്സായെന്ന് അവളും ചോദിക്കുമ്പോൾ അവനും ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇവനാണെങ്കിൽ സിഒയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയാളും ഒരു കൂട്ടുകാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിയും കൂട്ടുകാരനോട് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്നാ വിചാരിച്ചത്, ഇതാണ് വിധി എന്ന് പറയുന്നത്. അതിന് ഫ്രണ്ടും 3 പേര് കൊന്നതിന് ശേഷം നീ എങ്ങനെ പെട്ടെന്ന് ജയിലിൽ നിന്നിറങ്ങിയത്, നിന്നെ ആരാ സഹായിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവനും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ അവിടേക്ക് പോയത്, 18 വയസ്സ് തികയാത്ത മൈനേഴ്സിനെ കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്, ഞാനല്ല അവരാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മൈനേഴ്സ് ആയതുകൊണ്ട് അവർക്കും വലിയ ശിക്ഷ കിട്ടാൻ ചാൻസ് ഇല്ല, അതുപോലെ എവിഡൻസ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം പുറത്തിറങ്ങിക്കുമ്പോൾ അവരെ തന്നെ ശ്രദ്ധിക്കുന്നത് ആ ഒരു പെൺകുട്ടിയും കാണുന്നുണ്ട്. അവളും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അവളും അവനോട് നീ എന്തിനാ സിയോനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, അതിനവനും ഞാൻ ടിവിയിൽ കണ്ടത് അവനെ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ടാ ഞാൻ നോക്കിക്കൊണ്ട് നിന്നത്. അതിനവളും ചിരിച്ചിട്ട് അതിനല്ലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും ഒരു സാധനം എടുത്ത് ഇതുകൊണ്ടല്ലേ നിനക്കിത് വാങ്ങിക്കാൻ സാധിക്കില്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രമേ അവനത് വിൽക്കുകയുള്ളൂ, അവനും അത് ഡ്രഗ്സ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവളും അത് കഴിച്ചിട്ട് അവനും കുറച്ച് കൊടുക്കുന്നുണ്ട്. അവന്റെ ബോധമൊക്കെ പോകുന്നുണ്ട്. ശേഷം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവനും ഓർമ്മയില്ല. ഉണർന്നിട്ട് നോക്കുമ്പോ അവന് വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ശിഷ്കിമ്മം അക്കാഡമിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അവന് രാത്രി സിഒ എന്ന പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നോക്കുകയായിരുന്നു. അതിനകത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം അവനെ എതിർത്തുകൊണ്ടാണ്. നിനക്ക് നാണമല്ലേ, ആ ഒരു കുഞ്ഞുങ്ങളെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ആ ഒരു വിക്ടിമിന്റെ ഫാമിലിയുടെ കുറച്ച് വീഡിയോസും മറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. കിമ്മും അതെടുത്ത് നോക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളും പാട്ട് പാടുന്ന വീഡിയോ ആണ് അതിലുണ്ടായിരുന്നത്. അവനത് കാണുമ്പോൾ വല്ലാതെ വിഷമം വരുന്നുണ്ട്. ഈ കുട്ടികളെ കൊല്ലാൻ അവൻ എങ്ങനെ തോന്നി, എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും അവന് കിട്ടിയിട്ടില്ല. അവനും ആ സിഒക്ക് ഡ്രഗ്സിന്റെ ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലബുകളിൽ എങ്ങനെയാണ് ഡ്രഗ്സ് എത്തുന്നതെന്നും മറ്റും പോലീസിന്റെ വെബ്സൈറ്റിലൂടെ അവനും നോക്കുന്നുണ്ട്. അതിൽ നിന്നും കുറെ ഡീറ്റെയിൽസ് അവന് കിട്ടുന്നുണ്ട്. അവനും ആ ഒരു ക്ലബിന്റെ പരിസരത്ത് വീണ്ടും പോകുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരെ അവനും വാച്ച് ചെയ്യുന്നു. എങ്ങനെയാണ് ഡ്രഗ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും ആ ഒരു സിഒ എവിടെയാണ് താമസിക്കുന്നതെന്നും അവൻ കണ്ടെത്തുന്നു. കാണിക്കുന്നത് മീഡിയക്കാരെയാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ കിമ്മും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, മീഡിയക്കാർക്കും ന്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മീഡിയ കാരണം ഇതിപ്പോ 3 ആഴ്ചയായി നമുക്ക് ന്യൂസ് ഒന്നും വന്നില്ലല്ലോ, വിജിലന്റ് ഇതെല്ലാം ഉപേക്ഷിച്ചു പോയെന്നാണ് തോന്നുന്നത്. അതിനവളും അങ്ങനെ ആയിരിക്കില്ല, ഒരു കൃത്യമായ സമയത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയായിരിക്കും. ശേഷം സിഒയും നടന്നു പോകുമ്പോ അവന്റെ കാറിന്റെ സൈഡിൽ നിന്നിട്ട് അവനൊരു എഴുത്ത് ലഭിക്കുന്നുണ്ട്. നീ വേഗം തന്നെ ജയിലിൽ പോകണം, നീ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ വാങ്ങിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനകത്തൊരു നമ്പറും എഴുതിയിട്ടുണ്ടായിരുന്നു. സിഒയും പേടിച്ച് അവന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഞാനൊരു നമ്പർ തരാം, നീ അവനെ വിളിക്കാനായി പറയുന്നു. അവനെ വിളിച്ചിട്ട് അത് ബൂസാനിൽ നിന്നിട്ടായിരുന്നു കോള് വന്നിട്ടുണ്ടായിരുന്നത്. സിഒയും പേടിച്ച് നമ്മളെ കുറിച്ച് മറ്റാർക്കോ നന്നായിട്ട് അറിയാം, ആരാണെന്ന് എനിക്കറിയില്ല, കുറച്ച് നാളത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അവനും ഒരു ഡ്രഗ് ഡീലറെ കാണാനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവനും സിഒക്ക് ഡ്രഗ്സ് കൊടുക്കുന്നു. സിഒയും വളരെ കൺഫ്യൂഷനിലാണ്. ആരോ അവന്റെ പിന്നാലെയുണ്ടെന്ന് അവനൊരു തോന്നൽ. അപ്പോഴാണ് ആ ഒരു ക്ലബിലേക്ക് പോലീസുകാർ വരുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അവനും അവിടെ നിന്ന് പേടിച്ചോടുന്നു. എന്നിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവൻ വന്ന് നോക്കുമ്പോ അവന്റെ വീടും ആരോ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. കിമ്മും അവനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനായിരുന്നു ആ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവൻ ഡ്രഗ്സ് കൊടുത്ത് കുറെ പണം നേടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പണവും അവൻ കയ്യിലെടുത്ത് വെക്കുന്നു. എന്നിട്ട് അത് താഴെയിട്ട് കത്തിക്കാനായി ശ്രമിക്കുന്നു. സിഒയും അത് എടുക്കാനായി വരുമ്പോ കിമ്മും അവനിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. നീ കൊന്ന ആ ഒരു കുടുംബത്തോട് ക്ഷമ ചോദിക്കണം, അതിനവനും പറ്റില്ലെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോ കിമ്മും അവന്റെ ആ ഒരു പണത്തില് തീയിട്ട് നശിപ്പിക്കുന്നു. സിഒയും അത് കെടുത്താനായി ശ്രമിക്കുന്നു. പക്ഷെ ഇത് ആള് കത്തിയിട്ടുണ്ടായിരുന്നു. നീ ഇതെന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച് കിമ്മിനെയും അവൻ അടിക്കാൻ വരുന്നുണ്ട്. ശേഷം അവിടെയും ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. എന്നെ വെറുതെ വിടണമെന്ന് സിഒയും പറയുന്നുണ്ട്. അതിനവനും ആ കുട്ടികളെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവരെ വെറുതെ വിട്ടായിരുന്നു, പിന്നെ നിന്നെ ഞാനെന്തിന് വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ആ ഒരു കുട്ടികളുടെ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളെ നിനക്ക് ഓർമ്മയുണ്ടോ, ആ കുട്ടികൾക്ക് വേണ്ടി നീ മരിക്കാനായി വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. ശേഷം കിമ്മും വീട്ടിലേക്ക് വരുന്നു. ശേഷം പോലീസുകാരും ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം സിഒ എന്ന ആള് മരിച്ചുപോയി, അയാളെ വിജിലന്റ് കൊലപ്പെടുത്തി. പോലീസുകാരോട് എങ്ങനെ ഈ സ്ഥലം കണ്ടെത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവരും സിഒയുടെ ഫോണ് ഞങ്ങളെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലൊക്കേഷൻ ഇവിടെയാണ് കാണിച്ചത്. ശേഷം പോലീസുകാരും ആരോ ഒരുത്തൻ നിയമം കയ്യിലെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, കുറ്റവാളിയെ ഏത് വിധത്തിലും ഞങ്ങൾ പിടിച്ചിരിക്കും, അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾ നിയമിക്കുന്നുണ്ട്. ശേഷം മീഡിയയിലും വലിയ
ചർച്ച നടക്കുന്നുണ്ട്. കുറച്ചുപേര് വിജിലന്റിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു, കുറച്ചുപേര് പ്രതികൂലിച്ചും. നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. ആൾക്കാരെ വെറുതെ ഉപദ്രവിക്കാനായി സാധിക്കുമോ? പക്ഷെ ആൾക്കാരൊക്കെ വിജിലന്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. മറ്റുള്ളവരും എന്ത് ചെയ്താലും ആ ഒരു വിജിലന്റ് ക്രിമിനൽ തന്നെയാണ്. ശേഷം മീഡിയക്കാരിയും ഓഫീസിലേക്ക് വരുമ്പോ അവിടെ വലിയ ആഘോഷം തന്നെ നടക്കുന്നുണ്ട്. അവരുടെ റേറ്റിംഗ്സ് നന്നായി കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? സിഒ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്കറിയണം. വിജിലന്റിനെ കുറിച്ച് നമുക്കും അന്വേഷിക്കണം. മറ്റുള്ളവരും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മീഡിയക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു പ്രതികളെ മീഡിയയിലൂടെ ഇട്ടുകൊടുക്കുന്നത്. പക്ഷെ വിജിലന്റ് എടുത്ത സ്ഥലം എവിടെയാണെന്ന് പോലും ഗസ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. ആ ഒരു വിജിലന്റിനെ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആഘോഷങ്ങളൊക്കെ പിന്നീടാകാം. റേറ്റിംഗോ മറ്റോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പോയി വർക്ക് ചെയ്യാനായി എല്ലാവരോടും അയാളും പറയും. ശേഷം മീഡിയയിലും ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. കുറെ ക്രിമിനൽസ് അവരുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ആ മാസത്തില് വിജിലന്റിനെ പേടിച്ച് കുറ്റകൃത്യങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം വിജിലന്റിനോട് തന്നെ നന്ദി പറയണം. ഇത് പോലീസുകാരാണ് ഇരുന്ന് സംസാരിക്കുന്നത്, വെറുതെ അല്ല മീഡിയക്കാരകളെ വിജിലന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കേസസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോലീസുകാരാണ്. ഇവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി ഒരു ടീം ലീഡറും വരുന്നുണ്ട്. നമ്മളും അവരുടെ കൂടെയാണ് വർക്ക് ചെയ്യാനായി പോകുന്നത്. പോലീസുകാരെ ഞെട്ടിയിട്ട് ആ ഒരു മോൺസ്റ്ററിന്റെ കൂടെയാണോ നമ്മൾ വർക്ക് ചെയ്യാനായി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു പോലീസുകാരനെ കാണിക്കുന്നത്. വളരെ ഉയരമുള്ള ഭീമാകാരനായ ഒരു പോലീസുകാരനാണ്. നമുക്ക് ഇയാളെ ജിമ്മം പോലീസ് എന്ന് വിളിക്കാം. ആ മരിച്ച സിഒ എന്ന പ്രതിയുടെ കൂട്ടുകാരനായ ഒരുത്തനെ ജിമ്മം പോലീസും പോയി കാണുന്നുണ്ട്. ഞാൻ പോലീസിൽ നിന്നിട്ടാണ്, എനിക്ക് നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. പക്ഷെ അവനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പക്ഷെ ജിമ്മം പോലീസ് അവനെ വിടുന്ന ലക്ഷണമില്ല. അയാളും അവനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സിഒയോട് കൂടെ നീ എത്ര നാളായി നടക്കുന്നുണ്ട്? അയാളും എന്തെങ്കിലും സ്ട്രേഞ്ച് ആയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അതിന് മറ്റവനും നിങ്ങൾ ശരിക്കും പോലീസ് തന്നെയാണോ? ഞാനാകെ പേടിച്ചു പോയി. ഞാൻ കരുതിയത് ഞാൻ പണം കടം വാങ്ങിയിട്ട് എന്നോട് പണം ചോദിക്കാമെന്ന ആളാകുമെന്നാ ഞാൻ കരുതിയത്. ഒരു പോലീസുകാരന് എന്ത് ധൈര്യമുണ്ട് ഞങ്ങളെ പോലുള്ളവരെ പിടിച്ചു വെക്കാനായിട്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് കേൾക്കുമ്പോ ജിമ്മം പോലീസും അവനിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. ആ സിഒക്ക് ചുറ്റും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായി നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവനും ജിമ്മം പോലീസിനെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. പക്ഷെ ജിമ്മം പോലീസ് അവനെ വിടൂ. അവനെയും ആ ഒരു ഉയരത്തിൽ നിന്നും തൂക്കി നിർത്തുന്നുണ്ട്. അവനും നിങ്ങൾ എന്താ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങള് ക്ലബിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്നത് വയസ്സായ ആരും ആയിരിക്കില്ല, മിക്കവാറും ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. മറ്റു പോലീസുകാരൻ ജിമ്മം പോലീസിനെ വിളിക്കുന്നുണ്ട്. ജിമ്മം പോലീസും എന്തായാലും അവനെ നമ്മൾ പിടിച്ചിരിക്കും. ആ വിജിലന്റിനെ കുറിച്ച് ആൾക്കാർ എന്തായാലും ഞാനിനി അവനെ അനങ്ങാനായി അനുവദിക്കില്ല എന്ന് പറയും. ഇനി മുതൽ വിജിലന്റ് കേസ് അന്വേഷിക്കുന്ന ടീമിന്റെ ഹെഡാണ് ഈ ജിമ്മം പോലീസ്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.